നോക്കാതെ വരട്ടെ. നേരത്തെയും കൊച്ചിയുടെ ചാർജ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. കൊച്ചിയുടെ ചാർജ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടി സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നത്. ഇവിടെ ഇപ്പോൾ UDFന്റെ യോഗം നടന്നു, ഇന്നലെ നടന്നു. മറ്റുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ മുതിർന്ന നേതാക്കളുണ്ട്, അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും കൂടി എനിക്കും പ്രവർത്തിക്കാനുണ്ടല്ലോ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ചില ചാർജുകൾ എനിക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടും കൂടിയാണ് കൊച്ചിയിൽ തുടരുന്നത്. സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടാകും. ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, അല്ല മറ്റൊരാളാണെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഉണ്ടാകും. ഇന്ന് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേരിൽ കൊച്ചി നിയോജകമണ്ഡലത്തിലെ പേരിൽ ചില ബോർഡറും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു ചില യൂത്ത് കോൺഗ്രസിന്റെ പേരിലൊക്കെ. എനിക്ക് തോന്നുന്നില്ല അത് സ്വാഗതം എന്ന് പറഞ്ഞ് സ്ഥാപിച്ചായിട്ടാണ് എനിക്ക് അറിയാവുന്നത്. ഇലക്ഷന്റെ പ്രചരണാർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്തിമമായിട്ട് ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നേതൃത്വമാണ്. അങ്ങനെയെങ്കിൽ പോലും ഒരു തീരുമാനം വരുന്ന അതുവരെ ഈ മണ്ഡലത്തിന് സജീവമാവുക എന്നുള്ളതാണ്. അതെ, അല്ല ഈ മണ്ഡലത്തിൽ അല്ലെങ്കിലും ഞാൻ സജീവമാണല്ലോ. എറണാകുളം ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും